Good morning all. Our next topic is reorder point. Reorder level or reorder point is the inventory level at which a company would place a new order to obtain the delivery of raw materials or finished goods inventory. ഒരു കമ്പനി പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഒരു ലെവലിനെയാണ് റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഇൻവെൻറ്ററി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും ആ ഒരു റീഓർഡർ ലെവൽ റീച്ച് ചെയ്യുമ്പം കമ്പനി എന്ത് ചെയ്യണം, ആ ഒരു മെറ്റീരിയൽസിൻ്റെ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം. ഈ ഒരു റീഓർഡർ ലെവൽ എപ്പോഴും പ്രോപ്പർ ആയിരിക്കണം. ബിക്കോസ് ഒരുപാട് നേരത്തെ അങ്ങനെ പുതിയ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് കൂടുതൽ ക്യാരിയിങ് കോസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതായത് ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യണം, നമ്മൾ കുറേ സ്പേസ് അതിന് പോവും, പിന്നെ അതിൻ്റെ വെയർ ഹൗസ് എക്സ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ലേറ്റായി പോവുകയാണെങ്കിൽ അതൊരു സ്റ്റോക്ക് ഔട്ട് ആവുന്ന സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകുന്ന, റോ മെറ്റീരിയൽസ് ഇല്ലാത്തത് കാരണം സ്റ്റോപ്പായി പോകുന്ന സിറ്റുവേഷനിലേക്കും പോകും. അതുകൊണ്ടൊരു പ്രോപ്പറായിട്ടുള്ള റീഓർഡർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ റീഓർഡർ ലെവൽ ഫിക്സ് ചെയ്യുമ്പം ലീഡ് ടൈം നോക്കണം. പിന്നെ കമ്പനിക്ക് സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം റീഓർഡർ പോയിൻ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീഓർഡർ ലെവൽ കാണാൻ വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് ഓഫ് ഫോർമുലാസ് അവൈലബിൾ ആണ്. അതായത് വെൻ ദ ബിസിനസ് ഡസ് നോട്ട് നീഡ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി സ്റ്റോക്ക്, ഫസ്റ്റ് വൺ. പിന്നെ വെൻ ദ ബിസിനസ് നീഡ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി സ്റ്റോക്ക്. അപ്പോൾ സേഫ്റ്റി സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ടാത്ത സിറ്റുവേഷനിൽ വരുന്ന ഫോർമുല റീഓർഡർ പോയിൻ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഓർ യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The John IT store sells 500 laptops on an average in a week. The maximum demand in a week is 523 laptops. If the lead time is 4.5 week, then the reorder level would be reorder level is equal to maximum weekly usage into lead time in weeks ആണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മാക്സിമം ഡിമാൻഡ് ഇൻ എ വീക്ക് ഈസ് 523 യൂണിറ്റ്സ്. അതേപോലെ ലീഡ് ടൈം 4.5 വീക്ക്. അപ്പോൾ 523 ഇൻറ്റു 4.5 ചെയ്യുമ്പോൾ നമുക്ക് 2354 യൂണിറ്റ്സ് കിട്ടും. That means every time the number of laptops decreases to 2354, the IT store must place a new order. അതായത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് 2354 യൂണിറ്റിനേക്കാൾ കുറവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് എത്തുമ്പോൾ പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടാത്ത കേസിലുള്ള റീഓർഡർ ലെവലാണ്. ഇനി അടുത്തത് സെക്കൻഡ്, വെൻ ദ കമ്പനി നീഡ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി സ്റ്റോക്ക്. സെക്കൻഡ് കേസിൽ ഇക്വേഷൻ റീഓർഡർ ലെവൽ ഓർ റീഓർഡർ പോയിൻ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഓർ യൂസേജ് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക്. ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഇവിടെ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കമ്പനിയുടെ കാര്യത്തിലും ഈ ഒരു റീഓർഡർ ലെവൽ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ്, ചിലപ്പോൾ അതിൻ്റെ താഴെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഡിലേ ആവാൻ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൽ ഡെലിവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ, ഏത് സാഹചര്യം വന്നാലും ആ ഒരു സ്റ്റോക്ക് കമ്പനിയുടെ കയ്യിലുണ്ടായിരിക്കണം. അതിന് വേറൊരു പേരും കൂടെ പറയും, ബഫർ സ്റ്റോക്ക്. സേഫ്റ്റി സ്റ്റോക്ക് ഉള്ള കേസിൽ എങ്ങനെയാണ് റീഓർഡർ ലെവൽ കണ്ടെത്തുക എന്നുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ബിലോങ്സ് ടു എ ക്ലോത്തിങ് ഷോപ്പ്. യൂസേജ് ഓർ ഡിമാൻഡ്: മിനിമം ഡിമാൻഡ് 390 sweaters per month, average demand 420 sweaters per month, maximum demand 435 sweaters per month, safety stock 120 sweaters, lead time minimum lead time 1.2 months, average lead time 1.5 months, maximum lead time 1.75 months. The reorder level in this case would be reorder level is equal to maximum demand into maximum lead time plus safety stock. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം ഡിമാൻഡ് എന്നുള്ളത് 435 ആണ്. അതേപോലെ മാക്സിമം ലീഡ് ടൈം ആയിട്ട് പറയുന്നത് 1.75 ആണ്. പിന്നെന്താണ് പറയുന്നത്, സേഫ്റ്റി സ്റ്റോക്കാണ്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് 120 യൂണിറ്റ്സ് ആണ്, 120 സെറ്റേഴ്സ് ആണ്. അപ്പം 435 ഇൻറ്റു 175 പ്ലസ് 120 യൂണിറ്റ്സ്, അതായത് 881 യൂണിറ്റ്സ് ആണ്.
സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേസിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ബിലോങ്സ് ടു എ ക്ലോത്തിങ് ഷോപ്പ്. യൂസേജ് ഓർ ഡിമാൻഡ്. മിനിമം ഡിമാൻഡ് 390 sweaters per month. Average demand 420. Maximum demand 435. Safety stock 120. Lead time, minimum lead time 1.2. Average lead time 1.5 months. Maximum lead time 1.75 months. The reorder level in this case would be, reorder level is equal to maximum demand into maximum lead time plus safety stock. That is maximum demand നമുക്കിവിടെ തന്നത് 435 യൂണിറ്റ്സ് ആണ്. അതേപോലെ മാക്സിമം ലീഡ് ടൈം എന്ന് പറയുന്നത് 1.75 വീക്സ് ആണ്. പിന്നെ സേഫ്റ്റി സ്റ്റോക്ക് 120 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ 761 പ്ലസ് 120 ചെയ്യുമ്പോൾ നമുക്ക് 881 യൂണിറ്റ്സ് കിട്ടും. അതായത് 881 യൂണിറ്റ്സ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കമ്പനി പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ കേസിലൊക്കെ നമ്മൾ മാക്സിമം ഡിമാൻഡും അതേപോലെ മാക്സിമം ലീഡ് ടൈമും നോർമലി അങ്ങനെയാണ് റിയോർഡർ ലെവൽ കണ്ടെത്തുക. പക്ഷേ ചില കമ്പനീസ് എന്ത് ചെയ്യും? സം ബിസിനസ് യൂസ് ആവറേജ് യൂസേജ് ഓർ ആവറേജ് ഡിമാൻഡ് ആൻഡ് ആവറേജ് ലീഡ് ടൈം ഫിഗേഴ്സ് ഫോർ കമ്പ്യൂട്ടിംഗ് ദി റിയോർഡർ ലെവൽ ഓഫ് ദർ സ്റ്റോക്ക്. നോർമലി മാക്സിമം ലീഡ് ടൈമും മാക്സിമം ഡിമാൻഡും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിയോർഡർ പോയിന്റ് കാണുക. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മാത്രം ആവറേജ് ഡിമാൻഡും അതേപോലെ ആവറേജ് ലീഡ് ടൈമും യൂസ് ചെയ്യാം.